തിരുവനന്തപുരം പാലോട് ഇളവട്ടത്ത് കരടിയിറങ്ങി രാത്രിയിൽ പുറത്തിറങ്ങരുതെന്ന് പ്രദേശവാസികൾക്ക് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ആരംഭിച്ചു. 11 മണിയായപ്പോൾ ഞാൻ എൻ്റെ പട്ടിയെ അയച്ചുകൊണ്ട് വിളയിലോട്ട് പോയ സമയത്ത് പട്ടി ഈ മണം പിടിച്ച ഇത് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോഴത്തേക്കും അവിടെ ഒരു വിറവ് കിടന്നു. അപ്പോൾ ഈ പട്ടിയും കൊണ്ട് തിരിച്ച് കൂട്ടിക്കൊണ്ടിട്ടിട്ട് ഈ വിറവെടുക്കാൻ ചെന്നപ്പോഴത്തേനും കഴിച്ചതിൻ്റെ മുമ്പ് ഞാൻ അങ്ങനെ നിന്നു. ആ സമയത്താണ് ഞാൻ ഓട്ടിച്ച് തൊട്ട് താഴെയുള്ള ഷിബു എന്ന് പറഞ്ഞ ആളും അവനെ കൂടെ വിളിച്ച് അവൻ കയറി വന്നപ്പോഴത്തേക്കും താമസിച്ചു. ആ സമയത്ത് ഞാൻ ഓട്ടിച്ച് ഞാൻ ഇതുവരെ വന്നു ഈ റോട്ടിൽ ചാടാതിരിക്കാൻ അവനെ ചേർത്താണ് പാറയിടയിൽ കൊണ്ട് കയറ്റി വെച്ചു. രാവിലെ 5:30 മണിക്കാണ് വെട്ടാൻ വന്നത്. വെട്ടാൻ 6:45 മണിക്ക് ഒരു സൗണ്ട് കേട്ട് നോക്കിയപ്പോൾ ഒരു കരിയാണെന്ന് എനിക്ക് അറിഞ്ഞു. പന്നിയെന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല കറുത്തതാണ്, നല്ല പൂടയുണ്ട്. ഇത് അങ്ങോട്ടൊന്ന് ഓടിയിട്ട് തിരിച്ച് നേരെ എൻ്റെ അടുത്താണ് വന്നത്. അത് ഞാനും അതുകൂടെ ഒരു 1/2 മണിക്കൂറത്തെ ഗുസ്തി ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പുറത്ത് തൊടാൻ പറ്റിയില്ല. വിവരങ്ങളുമായി AV ജയശങ്കർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, സ്ഥലത്ത് വനംവകുപ്പിന്റെ പെട്രോളിംഗ് ഉണ്ടോ? ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നൽകിയിരിക്കുന്നത്? അതായത് കീർത്തന, കഴിഞ്ഞ ദിവസമാണ് ഈ പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യം കണ്ടത്. നാട്ടുകാരാണ് ഇത്തരത്തിൽ കരടിയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പിൽ വിവരം അറിയിച്ചു. വനം വകുപ്പ് നടത്തിയ പരിശോധനയിൽ കരടിയുടെ കാൽപാദം ഉൾപ്പെടെയുള്ളവ കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് നിലവിൽ വനം വകുപ്പ് പ്രദേശത്ത് നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. കരടിയുടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി പ്രദേശത്ത് CCTV ക്യാമറകളും ഒപ്പം കൂടും സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് നിലവിൽ വനം വകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രാത്രി സമയങ്ങളിൽ ഉൾപ്പെടെ പുറത്തു പോകുന്നത് കുറയ്ക്കണമെന്ന വനം വകുപ്പ് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നു. കരടി പ്രദേശത്ത് തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് വനം വകുപ്പ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. എന്തായാലും ഈ കരടിക്കായുള്ള തിരച്ചിൽ വനം വകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ RRT ടീം പ്രദേശത്ത് പരിശോധനയും നിരീക്ഷണവും നടത്തുന്നുണ്ട്. എന്തായാലും ഈ കരടിയുടെ സാന്നിധ്യത്തെക്കുറിച്ച് നാളെ കൂടുതൽ പരിശോധനകൾ നടത്തിയതിനു ശേഷം ഉറപ്പിക്കുമെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. എന്തായാലും പ്രദേശത്ത് കരടിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്നാണ് വനം വകുപ്പ് നൽകുന്ന നിർദ്ദേശം. കീർത്തന, തിരുവനന്തപുരം പാലോട് ഇളവട്ടത്താണ് കരടിയിറങ്ങിയത്. വനംവകുപ്പ് രാത്രിയിൽ പുറത്തിറങ്ങരുതെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രദേശത്ത് CCTV ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഒപ്പം RRT സംഘം നിരീക്ഷണം നടത്തുന്നുണ്ട്. AV ജയശങ്കറാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.